ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചാപ്റ്റർ 6 ഡിവിഡൻഡ് ഡിസിഷൻസ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ ഏതൊക്കെയുള്ളത് നോക്കാം. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന ആ ഒരു മീനിങ് എന്താണെന്നുള്ളത് നോക്കാം. എ ഫേംസ് ഏർണിങ്സ് ബിലോങ് ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്. ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏർണിങ്സ് എന്ന് പറയുന്നത് അത് ആ ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഹവർ യൂഷ്വലി ദ എൻറ്റയർ ഏർണിങ്സ് വിൽ നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. പക്ഷെ ഒരു കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണെങ്കിലും അത് മുഴുവനായിട്ടും അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ചില പരിമിതികളുണ്ട്. ദ മാനേജ്മെൻറ്റ് ഹാസ് ടു ഡിസൈഡ് വാട്ട് പോർഷൻ ഓഫ് ഏർണിങ്സ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്. മാനേജ്മെൻ്റ് ആണ് അത് തീരുമാനിക്കുക, അതിൽ എത്ര പോർഷനാണ് അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഈ ഡെസിഷനെയാണ് എന്ത് പറയുന്നത്, ഡിവിഡൻഡ് ഡെസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത് മീനിങ് ഓഫ് ഡിവിഡൻഡ്. എന്താണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഡിവിഡൻഡം. ഇറ്റ് മീൻസ് ടോട്ടൽ ഡിവിസിബിൾ സം. നമുക്ക് കിട്ടിയിരിക്കുന്ന ആകെ ലാഭത്തിനെ ഡിവൈഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഡിവിഡൻഡം എന്നുള്ളൊരു വേർഡിൽ നിന്നാണ് ഈ ഡിവിഡൻഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഡിവിഡൻഡത്തിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു സമ്മ. ഡിവിഡൻസ് ആർ എ സം ഓഫ് മണി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ കമ്പനി ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പം നമുക്ക് എങ്ങനെ ഇത് പറയാം, ഡിവിഡൻഡ് എന്ന് പറയുന്നത് സം ഓഫ് മണി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ കമ്പനി. ഒരു കമ്പനി അവർക്ക് കിട്ടുന്ന ലാഭത്തിന് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് തന്നെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലാഭത്തിൻ്റെ ഒരു വിഹിതം, അത് ടാക്സ് പ്രോഫിറ്റ്, ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ആണ്, ടാക്സ് കൊടുത്തതിന് ശേഷം വരുന്നതാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി. ഇറ്റ് ഈസ് ദ റിവാർഡ് പെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഇനി എന്താണ് ആ ഒരു റിവാർഡ്, നമ്മൾ ആ ഷെയർ ഹോൾഡേഴ്സ് അവർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനുള്ള ഒരു റിവാർഡ് എന്നുള്ള ലെവലിലാണ് നമ്മൾ അവർക്ക് അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു ഓഹരി നമ്മളവിടെ കൊടുക്കുന്നത്. ബൈ ദം ഇൻ ദ ഷെയർസ് ഓഫ് ദ കമ്പനി. ഡിവിഡൻഡ് ഈസ് ദ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ്. അതല്ലെങ്കിൽ എന്താണ്, പാർട്ട് ഓഫ് പ്രോഫിറ്റ്, ലാഭത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വിഹിതം അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയും ഡിവിഡൻഡ് എന്ന് പറയാം. സോ ഡിവിഡൻഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും 4-5 പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ, കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഷെയർ ഹോൾഡേഴ്സിന് അവർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായി നമ്മൾ കൊടുക്കുമ്പം അതിനെയാണ് എന്ത് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓർ ഫോംസ് ഓഫ് ഡിവിഡൻഡ്. എത്ര തരത്തിലാണ് ഡിവിഡൻഡ് ഉള്ളത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ക്യാഷ് ഡിവിഡൻഡ്. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഡിവിഡൻഡ് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ക്യാഷായി തന്നെ കൊടുക്കുന്നതിനാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ക്യാഷ് ഡിവിഡൻഡിനെ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ്. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതും പേ ചെയ്യുന്നതും എപ്പോൾ മാത്രമാണ്, ഒരു ട്രേഡിംഗ് പീരീഡിൻ്റെ ഏറ്റവും അവസാനമാണെങ്കിൽ. അതായത് നമുക്കറിയാം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന എപ്പോഴാണ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം. അങ്ങനെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആ പ്രോഫിറ്റിനെയാണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ വർഷാവസാനമാണ് ഡിക്ലെയർ ചെയ്യുന്നതും കൊടുക്കുന്നതും എങ്കിൽ അതിനെയാണ് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിവിഡൻഡാണ് ഇൻറ്ററിം ഡിവിഡൻഡ്. ഇൻറ്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ബിഫോർ ദ ഡിക്ലറേഷൻ ഓഫ് ദ ഫൈനൽ ഡിവിഡൻഡ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, ഫൈനൽ ഡിവിഡൻഡ് കൊടുക്കുന്നത് എപ്പോഴാണ്, ദ എൻഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെയാണ് ഈ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻറ്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 2 ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഇടയിലാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻറ്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. 2 ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ആ ഒരു ഗ്യാപ്പിനിടയിലാണ് ഇത്തരത്തിലൊരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ഡിവിഡൻഡ് എന്താണ്, അതിൻ്റെ 2 ടൈപ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമതാണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. അതായത് കമ്പനീസ് നോട്ട് ഹാവിങ് സഫിഷ്യൻറ്റ് ക്യാഷ് ജനറലി പേ ഡിവിഡൻഡ് ഇൻ ദ ഫോം ഓഫ് ഷെയർസ് ബൈ ക്യാപിറ്റലൈസിങ് ദ പാസ്റ്റ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്.
സച്ച് ഷെയർസ് ആർ കോൾഡ് ബോണസ് ഷെയർസ്. കമ്പനീസിന് ക്യാഷ് ആയിട്ട് എല്ലായ്പ്പോഴും ഡിവിഡൻഡ് കൊടുത്തോളന്നില്ല. അങ്ങനെ ക്യാഷിൻ്റെ ഷോർട്ടേജ് ഉള്ള സമയത്ത് അവരത് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഷെയർസ് ആയിട്ടാണ് ചില സമയങ്ങളിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഷെയർസിനെയാണ് എന്ത് പറയുന്നത്, ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്കായിട്ടും ഡിവിഡൻഡ് കൊടുക്കാം. മൂന്നാമത്തത് സ്ക്രിപ്പ് ഡിവിഡൻഡ്. ഇൻ കേസ് എ കമ്പനി ഡസ് നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് ഫണ്ട്സ് ടു പേ ഡിവിഡൻഡ് ഇൻ ക്യാഷ്, it may issue transferable promissory notes for a shorter maturity period for amount due to shareholders. സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനീസ് ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ ഇനേബിൾ ആവുമ്പോൾ അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആവുന്ന സമയത്ത് ഫണ്ടിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ അവർ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ളൊരു പ്രോമിസറി നോട്ടിൽ ആണ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അതിൽ വളരെ ഷോർട്ടർ പീരീഡിലേക്കായിരിക്കും അത് കൊടുക്കുക, എമൗണ്ട്സ് ഡ്യൂ ആവുന്നവരേക്ക്. ഇതിനെയാണ് സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ദിസ് ഫോം ടേക്സ് place only when the company is suffering from shortage of cash or weak liquidity position. പക്ഷേ ഈ ഒരു ഫോമിലുള്ള ഈ ഒരു സ്ക്രിപ്പ് ഡിവിഡൻഡ് കൊടുക്കുന്ന എപ്പോൾ മാത്രമാണ്, അത്രമാത്രം ഒരു ഷോർട്ടേജ് ക്യാഷ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി പൊസിഷനെ വളരെ മോശമായി ബാധിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന കമ്പനിക്ക് മാത്രമാണ് ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കാത്തത്. ആ സമയത്താണ്. കാരണം ഈ ഒരു സ്ക്രിപ്പ് ഡിവിഡൻഡിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മൾ കൊടുക്കേണ്ട എമൗണ്ടിനെ മാക്സിമം പോസ്റ്റ്പോൺ ചെയ്യുക എന്നാണ്, നീട്ടിവെക്കാൻ ശ്രമിക്കുക. ബട്ട് നൗ കമ്പനീസ് ആർ നോട്ട് അലൗഡ് ടു ഡിസ്ട്രിബ്യൂട്ട് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. പക്ഷേ ഈ കാലങ്ങളിലൊന്നും ഇപ്പം സ്ക്രിപ്റ്റ് ഡിവിഡൻഡിനെ അത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അലൗ ചെയ്യുന്നില്ല. കാരണം ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു റിട്ടേൺ ആണ്. അപ്പോൾ അത് അങ്ങനെ കൊടുക്കാതെ കണ്ട് എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇപ്പം ഇത്തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് അലൗ ചെയ്യുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് ബോണ്ട് ഡിവിഡൻഡ്. ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dividends are paid in the form of debentures or bonds or notes for a long term period bearing interest at a fixed rate. ബോണ്ട് ഡിവിഡൻഡ് പ്രത്യേകത ഇത് തന്നെയാണ്. ഡിവിഡൻഡ് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഷെയർസിൻ്റെ ഫോമിൽ കൊടുക്കുന്നു, അപ്പോൾ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന പേരിലാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡിബഞ്ചേഴ്സ് ആയിട്ടോ ബോണ്ടുകളായിട്ടോ അല്ലെങ്കിൽ നോട്ടുകളായിട്ടോ, നോട്ട്സ് പ്രോമിസറി നോട്ട് പോലെ നോട്ടുകളായിട്ടോ ഒരു ലോങ് ടേം പീരീഡിലേക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്തെങ്കിൽ അതൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അവിടെ കൊടുക്കും. അതിനെയാണ് ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. എ കമ്പനി ഇഷ്യൂസ് ബോണ്ട് ബൈ വേ ഓഫ് ഡിവിഡൻഡ് വെൻ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഇനഫ് ഫണ്ട്സ് ടു പേ ക്യാഷ് ഡിവിഡൻഡ്. എപ്പോഴും ഒരു കമ്പനിക്ക് ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കാൻ സാധ്യമല്ലാതിരിക്കുന്നൊരു സമയത്താണ് അവർ ഡിവിഡൻഡിൻ്റെ മറ്റുള്ള ഓപ്ഷൻസ് നോക്കുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് പ്രോപ്പർട്ടി ഡിവിഡൻഡ് ആണ്. പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻ ദ ഫോം ഓഫ് അസറ്റ്, ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം അസറ്റ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ഇത് പറയുന്നത് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നു. അപ്പോൾ ഡിവിഡൻഡിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 5 ടൈപ്സ് ആണ് അല്ലെങ്കിൽ ഫോമാണ്. അതിൽ ക്യാഷ് ഡിവിഡൻഡ് മാത്രം 2 ഡിവൈഡ് ചെയ്തു, റെഗുലറും ഇൻറ്ററിമും. ഇനി നെക്സ്റ്റ് പറയുന്നതിൻ്റെ പ്രൊസീജിയറാണ്, ഡിവിഡൻഡിൻ്റെ പ്രൊസീജിയർ. അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് ഇതിൽ വരുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡിക്ലറേഷൻ ഡേറ്റ്. ഡിക്ലറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് കൂടിയിട്ട് ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്യുന്ന ഡേറ്റിനാണ് ഡിക്ലറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ വേർഡ്സ് റെഗുലർ ആൻഡ് ഇൻറ്ററിം ആർ യൂസ്ഡ് ടു ഇമ്പാർട്ട് എ മെസ്സേജ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്യുമ്പം അത് റെഗുലർ ആണോ ഇൻറ്ററിം ആണോ എന്ന് ശ്രദ്ധിക്കുക. ലീഗൽ സെൻസ് ദേ ഹാവ് നോ മീനിങ്. അതിൽ ശരിക്കും ഒരു മീനിങ് ഇല്ല, എങ്കിലും അവർ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്യുന്ന ഡേറ്റിനെയാണ് ഡിക്ലറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. എമൗണ്ട്, ദ ഡിവിഡൻഡ് നോട്ടീസ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദ എമൗണ്ട് ദാറ്റ് ഷാൽ ബി പെയ്ഡ് ആസ് ഡിവിഡൻഡ്. ആ ഒരു ഡിവിഡൻഡ് നോട്ടീസിൽ എന്തുകൂടി പറയുന്നുണ്ടാവും, എത്ര രൂപയാണ് ഡിവിഡൻഡ് എന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ്. ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡേറ്റ് ഓൺ വിച്ച് ദ കമ്പനി ഓപ്പൺസ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ടു ഡിറ്റർമിൻ ഹൂ വിൽ റിസീവ് ഡിവിഡൻഡ്. അതായത് ആർക്കൊക്കെയാണ് ഡിവിഡൻഡ് കിട്ടാൻ അർഹതയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് മെമ്പേഴ്സിൻ്റെ പേര് എഴുതിയ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്യുന്ന ഒരു ദിവസത്തിനാണ് ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത്. എനി വൺ ഹോൾഡിംഗ് ഷെയർ ഓൺ ദ ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് റിസീവ്സ് ദ ഡിവിഡൻഡ് ഡിക്ലയർഡ്. ആരാണോ ഹോൾഡർ ആയിരിക്കുന്നത് അവർക്ക് ആ പറഞ്ഞ ഡേറ്റിന് ആ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും.
ഇനി നെക്സ്റ്റ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡേറ്റ് ഫ്രം വിച്ച് ദ സ്റ്റോക്ക് ബിഗിൻസ് ടു ട്രേഡ് വിതൗട്ട് ദ റൈറ്റ് ടു റിസീവ് ദ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഈസ് നോൺ ആസ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. എപ്പോഴാണോ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ദ റൈറ്റ് ടു റിസീവ്, അങ്ങനെയുള്ള ആ ഒരു ഹോൾഡേഴ്സിന് ഒരു ഡിവിഡൻറ്റും കിട്ടുന്നില്ല, അവർക്ക് ഒരു ഡിവിഡൻറ്റും റിസീവ് ചെയ്യുന്നില്ല, ഡിവിഡൻറ്റും ഡിക്ലെയർ ചെയ്യുന്നില്ല, എന്നാൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ആ ഡേറ്റിനെയാണ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്ന് പറയുന്നത്. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഹെൽപ്സ് അവോയ്ഡ് കോൺഫ്ലിക്റ്റ് റിഗാർഡിംഗ് ഡിവിഡൻഡ് പേയ്മെൻറ്റ്സ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. Usually, the right to the dividend remains with the stock until 2 days before the holder of record date. സാധാരണയായിട്ട് ഡിവിഡൻസ്, ഈ റൈറ്റ് ടു ദ ഡിവിഡൻഡ് എന്ന് പറയുന്ന റിമെയിൻ ചെയ്യുന്നത് വിത്ത് ദ സ്റ്റോക്ക് അൺടിൽ 2 days ബിഫോർ ദ ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ്. ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റിൻ്റെ 2 ദിവസം മുന്നേ വരേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഹൂഎവർ ബൈസ് ദ സ്റ്റോക്ക് ഓൺ ഓർ ആഫ്റ്റർ ദ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഡസ് നോട്ട് ഗെറ്റ് ദ ഡിവിഡൻഡ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആരാണോ സ്റ്റോക്ക് ആ ദിവസമോ അതിന് ശേഷമോ വാങ്ങുന്നത് അവർക്കൊരിക്കലും ഡിവിഡൻറ്റിന് അർഹത ഉണ്ടായിരിക്കില്ല. ഇതിനെയാണ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ട്രേഡ് ചെയ്യാനുള്ളൊരു ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമോ അതിന് മുൻപോ ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്തില്ല, ഡിവിഡൻറ്റ് കിട്ടാനുള്ള റൈറ്റ് അവിടെ ഉണ്ടായിരിക്കില്ല. അടുത്തത് പേയ്മെൻറ്റ് ഡേറ്റ് ആണ്. The dividend checks or payment warrants are mailed to shareholders on the payment date. പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ചെക്കുകളോ അല്ലെങ്കിൽ ഡിവിഡൻഡ് വാറൻറ്റുകളോ ഷെയർ ഹോൾഡേഴ്സിന് മെയിൽ ചെയ്യുന്ന ആ ഡേറ്റ്, അതിനെയാണ് പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഒരു ഡിക്ലറേഷൻ ഡേറ്റ് ഉണ്ടാവും, എമൗണ്ട് പറയും, ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് ഉണ്ടായിരിക്കും, എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഉണ്ടായിരിക്കും, പേയ്മെൻറ്റ് ഡേറ്റ് ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്ന ഡിവിഡൻഡ് പോളിസി. എന്താണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the basic question before the board of directors is how much profit should be divided among the shareholders and how much to be retained in the business as reserves. ഡിവിഡൻഡ് നയം എന്ന് പറയുന്നത് കമ്പനിക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ്. കിട്ടുന്ന ലാഭത്തിൽ എത്ര ഡിവിഡൻഡായി കൊടുക്കണം എന്നുള്ളതും എത്ര ഒരു റിറ്റെയിൻ ചെയ്യണം, റിസർവായി റിറ്റെയിൻ ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വരുന്ന തീരുമാനങ്ങളെയാണ്, നയങ്ങളെയാണ് എന്ത് പറയുന്നത്, ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇനി അതിൽ നെക്സ്റ്റ് പറയുന്നത്, ഇപ്പോൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ദ പോളിസി റെഫേഴ്സ് ടു ദ പോളിസി വിച്ച് ഡിറ്റർമിൻ ദ അലോക്കേഷൻ ഓഫ് ഏർണിങ്സ് ഇൻ ടു റീറ്റെയിൻഡ് ഏർണിങ്സ് ആൻഡ് ഡിവിഡൻഡ്. കിട്ടുന്ന ഏർണിങ്സിനെ എത്ര റീറ്റെയിൻ ചെയ്യണം, എത്ര ഡിവിഡൻഡായി കൊടുക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതിനെ തന്നെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. എ കമ്പനീസ് ഡിവിഡൻഡ് പോളിസി ഇൻഫ്ലുവൻസസ് ദ ഡിവിഷൻ ഓഫ് ഇറ്റ്സ് നെറ്റ് ഏർണിങ്സ് ഇൻ ടു 2 parts. കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയിൽ പ്രധാനമായിട്ടുള്ള 2 ഭാഗങ്ങളാണ്, ഒന്ന് ഡിവിഡൻഡും ഒന്ന് റീറ്റെയിൻഡ് ഏർണിങ്സും. So, in short, dividend policy refers to the policy relating to the distribution of profit as dividend. കിട്ടുന്ന ലാഭത്തിന് എത്ര ശതമാനം ഡിവിഡൻഡായിട്ട് കൊടുക്കണം എന്ന് തീരുമാനം എടുക്കുന്നതും ഡിവിഡൻഡ് പോളിസിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിന് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, ഹൗ മച്ച് ഈസ് ടു ബി കെപ്റ്റ് ആൻഡ് ഹൗ മച്ച് ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. എത്ര സൂക്ഷിക്കണം, എത്ര നമ്മൾ കൊടുക്കണം. ഇനി എന്താണ് ഇങ്ങനെ ഒരു ഡിവിഡൻഡ് പോളിസിയുടെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒന്ന്, വെൽത്ത് മാക്സിമൈസേഷൻ. കാരണം ഒരു ഫേമിൻ്റെ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, മാക്സിമൈസിങ് ദ ഓണേഴ്സ് വെൽത്ത്. ഓണേഴ്സ് വെൽത്തിന് അല്ലെങ്കിൽ ഓണറുടെ വെൽത്ത് എപ്പോഴും കൂട്ടുന്ന തരത്തിലുള്ള തീരുമാനങ്ങളെ എടുക്കാവുള്ളൂ. ഡിവിഡൻഡ് പോളിസി ഈസ് ഫോർമുലേറ്റഡ് നോട്ട് മിയർലി ടു ഇൻക്രീസ് ദ ഷെയർ പ്രൈസ് ഇൻ ദ ഷോർട്ട് റൺ ബട്ട് ടു മാക്സിമൈസ് ദ ഓണേഴ്സ് വെൽത്ത് ഇൻ ദ ലോങ് റൺ. ചുരുങ്ങിയ കാലയളവിലേക്ക് ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ലോങ് റണ്ണിലേക്ക് അത് ഷെയറിൻ്റെ ഓണേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലും ആയിരിക്കണം. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷനാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
Provide sufficient finance. Generally, a company shall not distribute its entire earnings as dividend. സാധാരണയായിട്ട് ഒരു കമ്പനി ഒരിക്കലും കിട്ടുന്ന ലാഭം മുഴുവനായിട്ടൊന്നും ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂച്ചറിൽ കമ്പനിക്ക് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ മീറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് അവർ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോങ് ടേം ഫിനാൻസ്. കമ്പനി ഇങ്ങനെ എടുത്തു വെക്കുന്നതായിട്ടുള്ള ഈ റീറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഈ പോർഷൻ ലോങ് ടേം ഫിനാൻസിൻ്റെ ഒരു സോഴ്സ് ആയിട്ടാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് ഹാസ് ടു ഡിസൈഡ് വാട്ട് ഷുഡ് ബി ദ പ്രോപ്പർ റേഷ്യോ ബിറ്റ്വീൻ ഡിവിഡൻറ്റ് ആൻഡ് റിറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ ഓരോ മാനേജ്മെൻറ്റും ഡിസൈഡ് ചെയ്യേണ്ടത് എത്രയാണ് പ്രോപ്പർ റേഷ്യോ ആണ്. എത്ര ഡിവിഡൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം, എത്ര റീറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു റേഷ്യോ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്ന അച്ചീവ് എ ട്രേഡ് ഓഫ് എമംഗ് ദ ഫിനാൻഷ്യൽ ഡെസിഷൻ. വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു ട്രേഡ് ഓഫ് നടത്തുക. ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് ഡെസിഷൻ. ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ടതായിട്ടുള്ള 3 ഡെസിഷനാണത്. എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനുള്ള ഫണ്ട് എങ്ങനെ റൈസ് ചെയ്യണം, അതിൻ്റെ ഓഹരി എങ്ങനെ കൊടുക്കണം, ഡിവിഡൻഡ് എങ്ങനെ കൊടുക്കണം. ഈ 3 ഡെസിഷനെയും ഒരേപോലെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു പൊസിഷനായിരിക്കണം ഈ ഒരു ഡിവിഡൻഡ് ഡെസിഷനും ഉണ്ടാവേണ്ടത്. അവോയ്ഡ് അൺഡിസൈറബിൾ വേരിയേഷൻസ് ഇൻ ഡിവിഡൻഡ്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ് ഡിവിഡൻഡ് പോളിസി ഈസ് ടു അവോയ്ഡ് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ ഡിവിഡൻഡ്. ഡിവിഡൻഡ് പോളിസി ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിഡക്ഷൻ ഇൻ ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് എ പെയിൻഫുൾ തിങ് ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കുമ്പം അത് പെട്ടെന്ന് കിട്ടാതാവുകയോ അതല്ലെങ്കിൽ അതിൽ കുറവ് വരികയോ സംഭവിക്കുക എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചോളം അതൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് വിൽ ബി എ ഹെഡേക്ക് ഫോർ ദ മാനേജ്മെൻറ്റ് ടു കൺവിൻസ് ദ ഷെയർ ഹോൾഡേഴ്സ്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഡിവിഡൻഡ് കുറയാനുള്ള കാരണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് പറഞ്ഞ് ഷെയർ ഹോൾഡേഴ്സിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നതും മാനേജ്മെൻറ്റിന് വലിയൊരു തലവേദന തന്നെയാണ്. അവോയ്ഡ് അൺഡിസൈറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ്. ഡിവിഡൻഡിൽ ഇല്ലാതിരിക്കുക, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡിവിഡൻഡ് ചേഞ്ച് ചെയ്യുന്നൊരവസ്ഥ ഇല്ലാതിരിക്കുക. Communicate to shareholders whatever the dividend policy is followed by a company. General guiding principles regarding dividend policy must be clearly communicated to the shareholders. എന്താണോ ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന തീരുമാനങ്ങൾ എന്ന് നിർബന്ധമായിട്ടും കമ്പനി ആരെ അറിയിക്കേണ്ടതാണ്? അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കേണ്ടതാണ്. ബൈ ഡൂയിങ് സോ ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ടേക്ക് ദെയർ ഡിസിഷൻ ഇൻ ടേംസ് ഓഫ് ദെയർ ഓൺ പ്രിഫറൻസ് ആൻഡ് നീഡ്സ്. അങ്ങനെ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടേതായ ചില തീരുമാനങ്ങൾ, അവരുടെ പ്രിഫറൻസ്, അവരുടെ നീഡ്സ്, അതിനെ ബേസ് ചെയ്തുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യമാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല ഡിവിഡൻഡ് പോളിസി എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. സാധാരണ ഈ ഡിവിഡൻഡ് പോളിസി ഉൾക്കൊള്ളുന്ന ചില ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, ഡിവിഷൻ ഓഫ് ഏർണിങ്സ്. ഡിവിഷൻ ഓഫ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബേസിക് ഇഷ്യൂ ഇൻ ദ ഡിവിഡൻഡ് പോളിസി ഈസ് ടു ബൈഫക്കേറ്റ് ദ ഏർണിങ്സ്. ബൈഫക്കേറ്റ് ദ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇൻ ടു 2 പാർട്സ്. 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റും ടാക്സും ഡിവിഡൻറ്റും കൊടുത്തതിന് ശേഷം വരുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 1 പാർട്ട് ഈസ് പേ ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ഇക്വിറ്റി ഷെയർസ്. ഒരു ഭാഗം എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസിന് അവർക്ക് എന്ത് കൊടുക്കും? നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. ദിസ് ഈസ് ദ ഡിവിഡൻഡ്. ഇതിനാണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞത്. സെക്കൻഡ് വൺ ഇത് റീറ്റെയിൻ ചെയ്യുക. ഫേമിന് ഫണ്ട് ആവശ്യമായി വരുന്ന സമയത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അത് റീറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അത് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഡിവിഷൻ ഓഫ് ഏർണിങ്സ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വൺ ഓഫ് ദ കൺസിഡറേഷൻ ഫോർ ടേക്കിംഗ് ഡെസിഷൻ വെദർ ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഡിവിഡൻഡ് ഓർ നോട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസിഷൻ എടുക്കാനുള്ള കൺസിഡറേഷൻ. ഒന്ന്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ ഡിവിഡൻഡ് ആയിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണോ എന്നുള്ളതാണ് പറയുന്നത്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിൽ കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് പ്രോഫിറ്റ്സ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ്സ് എത്രയാണെന്നുള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും the business expects to earn the profits that shareholders can expect to earn outside. ഷെയർ ഹോൾഡേഴ്സിന് ഔട്ട്സൈഡിൽ നിന്ന് എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള തീരുമാനങ്ങളും അറിയാൻ പറ്റും. സോ ഇഫ് ദ റേഷ്യോ ഈസ് ലെസ് ദാൻ 1, അങ്ങനെ കിട്ടുന്നത് 1നേക്കാൾ കുറവാണെങ്കിൽ ഇറ്റ് ഈസ് എ സിഗ്നൽ ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സിഗ്നലാണ്. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 1 ആണെങ്കിൽ സിഗ്നൽ ടു ഡിസ്കണ്ടിന്യൂ ഡിവിഡൻഡ്. മോർ ദാൻ 1 കിട്ടുകയാണെങ്കിൽ അവിടെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യായിരിക്കും ഡിവിഡൻഡ് എന്ന് പറയുന്നു. മൂന്നാമത്തെ പോയിന്റിൽ റിയലൈസേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്.
ഒരു ഡിവിഡൻഡ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസേഷൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കണം. കറൻറ്റ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൾസോ ഷുഡ് ബി കൺസിഡേർഡ്. ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡിവിഡൻഡിൻ്റെ ആ ഒരു റേറ്റ് എന്താണെന്നുള്ളതും കൺസിഡർ ചെയ്യണം. പിന്നെ പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സ് ഗ്രൂപ്പ്. ഡിവിഡൻഡ് പോളിസി അഫക്ട്സ് ദ ഷെയർ ഹോൾഡേഴ്സ് ഗ്രൂപ്പ്. സം ഷെയർ ഹോൾഡേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു a company which pays ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഗ്രൂപ്പിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. സം ഷെയർ ഹോൾഡേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ ഗെയിൻസ് റാദർ ദാൻ കറണ്ട് ഇൻകം. ചില ഷെയർ ഹോൾഡേഴ്സ് കറണ്ട് ഇൻകത്തിനേക്കാൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എ കമ്പനി വിച്ച് പേയ്സ് ലോ ഡിവിഡൻഡ് അട്രാക്ട് സച്ച് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ കമ്പനി വിച്ച് പേയ്സ് ലോ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനീനെയും ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാറുണ്ട്. ഓൺ ദ കോൺട്രറി എ കമ്പനി വിച്ച് പേയ്സ് ഹൈ ഡിവിഡൻഡ് അട്രാക്ട്സ് ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ കറണ്ട് ഇൻകം. കറണ്ട് ഇൻകം ആവശ്യമുള്ള ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഏത് കമ്പനിയാണോ ഹൈ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് അവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോ ഇൻകം കൊടുക്കുന്ന കമ്പനീസിനും പ്രിഫറൻസ് കിട്ടാറുണ്ട്. റിലീസ് ഓഫ് കോർപ്പറേറ്റ് ഏർണിങ്സ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടിങ് അൺയൂസ്ഡ് ആയിട്ടുള്ള ഫണ്ടിനെ നമ്മൾ റിലീസ് ചെയ്യാം ബൈ വാരിയിങ് ഇറ്റ്സ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ വാരി ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് ഡിവിഡൻഡ് പോളിസി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയും അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. The finance manager decides in dividend policy whether to release corporate earnings or not. ഫിനാൻസ് മാനേജർ ഈ കാര്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഡിവിഡൻഡ് പോളിസി ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഒരു ഫേം എത്ര ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ റിലീസ് ചെയ്യണോ വേണ്ടതെന്നുള്ള തീരുമാനം. നെക്സ്റ്റ് പറയുന്നത് ഫോം ഓഫ് ഡിവിഡൻഡ് ആണ്. ഏത് തരത്തിലാണ് ഡിവിഡൻഡ് നമ്മൾ കൊടുക്കേണ്ടത്? നേരത്തെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈപ്സിൽ നമുക്കത് കൊടുക്കാൻ ഏബിൾ ആണോ, അതിനുള്ള ക്യാഷ് ഉണ്ടോ, ഇനി ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ദ വാല്യൂ ഓഫ് ഫേം. ആൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഇൻ ദ ഡിവിഡൻഡ് പോളിസി ഈസ് ടു അസസ് ദ ഇമ്പാക്റ്റ് ഡിവിഡൻഡ് ഓൺ ദ വാല്യൂ ഓഫ് ഫേം. ഫേമിൻ്റെ വാല്യൂവിനെ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. Before formulating the dividend policy, it is necessary to analyze the impact or alternative dividend policies on the value of the firm. ഫേമിൻ്റെ വാല്യൂവിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഡിവിഡൻഡ് ഡിസിഷൻസേ അല്ലെങ്കിൽ പോളിസീസേ എടുക്കാവുള്ളൂ എന്നുള്ളതാണ്. കാരണം അത് വളരെയധികം അതിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഒരു ഡിവിഡൻഡ് പോളിസി നമ്മൾ എടുക്കുന്ന സമയത്ത് വരുന്ന നോർമലായിട്ട് വരുന്ന കുറച്ച് പോയിന്റുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിവിഡൻഡ്, അതിൻ്റെ മീനിങ്, ഡിവിഡൻഡ് പോളിസി എന്താണ്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഡിവിഡൻഡ് പോളിസിയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ഒരു പോളിസി എടുക്കുമ്പോൾ ഡിവിഡൻഡ് പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നോർമലി ഫേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്